Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. ചെറുതാഴം മിൽക്ക്, സഹകരണത്തിന്റെ മേന്മ. Number 1 lightweight jeweler, Swiss Gold and Diamonds, now in Perimba, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. വാർത്തകളിലേക്ക്. ഏഴോം ഗ്രാമപഞ്ചായത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിന്റെ വ്യാപക പരിശോധനയും പിഴയും. പഴയങ്ങാടിയിൽ കക്കൂസ് മാലിന്യം തുറസായ സ്ഥലത്തേക്കൊഴുക്കിയ സംഭവത്തിൽ സ്ഥാപനങ്ങൾക്ക് 25,000 രൂപ പിഴ ഈടാക്കി. ഏഴോം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് പരിശോധന നടത്തുകയും മാലിന്യ സംസ്കരണത്തിൽ വീഴ്ച വരുത്തിയ സ്ഥാപനങ്ങളിൽ നിന്നും പിഴ ഈടാക്കുകയും ചെയ്തു. പഴയങ്ങാടി ബസ് സ്റ്റാൻഡിനോട് ചേർന്ന HK എന്ന ബിൽഡിംഗിലാണ് നിയമലംഘനങ്ങൾ കണ്ടെത്തിയത്. ഫാമിലി സൂപ്പർ മാർക്കറ്റ്, ഡിസൈൻ ജ്വല്ലറി, മറിയുമ ട്രാവൽസ് ഉൾപ്പെടെ ബിൽഡിംഗിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനങ്ങൾ ഉപയോഗിച്ചു വരുന്ന കക്കൂസിൽ നിന്നും പൈപ്പ് വഴി പുറത്തേക്ക് തുറസായി ഒഴുക്കിവിട്ട നിലയിലായിരുന്നു. ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കാൻ കർശന നിർദ്ദേശം നൽകുകയും കുറ്റക്കാരായ സ്ഥാപനങ്ങളിൽ നിന്നും 25,000 രൂപ പിഴ ഈടാക്കുകയും ചെയ്തു. പൊതുജനം നിരന്തരമായി കടന്നുപോകുന്നതും അടുത്തുള്ള ഡ്രൈവിംഗ് സ്കൂൾ പരിശീലനം നടത്തുന്നതിന് ഉപയോഗിച്ചു വരുന്നതുമായ ഗ്രൗണ്ടിന് സമീപത്തായാണ് മലിനജലം ഒഴുക്കിയത്. ഇതേ കെട്ടിടത്തിൽ മുമ്പ് പ്രവർത്തിച്ചിരുന്ന ബേക്ക് സ്റ്റോറി എന്ന സ്ഥാപനത്തിന്റെ പഴയ മാലിന്യങ്ങൾ നാളിതുവരെയും നീക്കം ചെയ്യാത്തതിന് ഉടമയിൽ നിന്നും 3,000 രൂപയും പിഴ ഈടാക്കി. നാട് ഓണത്തിരക്കിലേക്ക് നീങ്ങുന്ന ഘട്ടത്തിൽ പൊതുജനങ്ങൾ കൂടുതലായി എത്തുന്ന ഇത്തരം സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന മാലിന്യ പ്രശ്നങ്ങൾ വലിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതാണെന്നും തുടർന്നുള്ള ദിവസങ്ങളിലും പരിശോധന കർശനമാക്കുമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. പരിശോധനയിൽ സ്ക്വാഡ് ലീഡർ അഷ്റഫ് PP, സ്ക്വാഡ് അംഗം ജിഷ്ണുരാജ് M, ദിബിൽ CK, ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രിയ PP എന്നിവരും പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. തരിശുകിടന്ന 4 ഏക്കറിൽ പൊന്നുവിളയിച്ച് മാത്തൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ഫാമേഴ്സ് ക്ലബ് അംഗങ്ങൾ തികച്ചും ജൈവരീതിയിലാണ് ഇവിടെ കൃഷി ചെയ്യുന്നത്. മാത്തിൽ സർവീസ് സഹകരണ ബാങ്ക് ഫാർമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള കൃഷി ശ്രദ്ധേയമാകുന്നു. തരിച്ചുകിടന്ന 4 ഏക്കർ സ്ഥലത്ത് ഇപ്പോൾ കാണാനാകുന്നത് പച്ചക്കറികളുടെ ഹരിതഭംഗിയാണ്. തികച്ചും ജൈവ രീതിയിലാണ് കൃഷി. ജൈവവളം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ഈ 4 ഏക്കർ കൃഷിയിടത്തിൽ വിളയാത്തതായി ഒന്നുമില്ല. ചേന, ചേമ്പ്, പയർ, വെണ്ട, കപ്പ, ഇഞ്ചി, മഞ്ഞൾ, പപ്പായ എന്നിങ്ങനെ നീളുകയാണ് പച്ചക്കറികളുടെ നീണ്ട നിര. ഒരു സ്ഥലത്ത് ഒരു വിള കൃഷി ചെയ്യാതെ സമ്മിശ്ര വിളകൾ വിളയിച്ച് വിജയം കൊയ്യുന്ന രീതിയാണ് ഇവർ അവലംബിക്കുന്നത്. കൂടാതെ ഓണക്കാലത്തേക്കായി ചെണ്ടുമല്ലി കൃഷിയുമുണ്ട്. ഫാർമേഴ്സ് ക്ലബ് പ്രസിഡന്റ് NK രാജൻ, സെക്രട്ടറി K രാജേഷ് എന്നിവരാണ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത്. സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിൽ രൂപീകരിച്ച ഫാർമേഴ്സ് ക്ലബിന്റെ യൂണിറ്റുകളായിട്ട് 16 യൂണിറ്റുകൾ നമ്മളെ ആലപ്പുഴ വില്ലേജിൽ പ്രവർത്തിച്ച് വരുന്നുണ്ട്. ഇത്തവണ നമ്മൾ ഫാർമേഴ്സ് ഗ്രൂപ്പുകൾക്ക് അതിനോട് കൃഷി നടത്തുന്നതുമായി ബന്ധപ്പെട്ട് ബാങ്കിൻ്റെ സഹായത്തോടുകൂടി അല്പം ചില സാമ്പത്തിക സഹായങ്ങൾ നൽകി എല്ലാ വർഷവും മഴക്കാല പച്ചക്കറി, വേനൽക്കാല പച്ചക്കറി, ശൈത്യകാല പച്ചക്കറി എന്നിങ്ങനെ പച്ചക്കറി കൃഷിക്ക് സഹായം നൽകുകയും അതുപോലെ വാഴക്കൃഷി തുടങ്ങിയ കൃഷികൾക്കെല്ലാം സഹായം നൽകി വരുന്ന നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണ് ഫാർമേഴ്സ് ക്ലബ്ബ്. ബാങ്ക് പ്രസിഡന്റ് C രവീന്ദ്രനും സെക്രട്ടറി KV ശൈലജയും എല്ലാ പിന്തുണയും നൽകി കൂടെ തന്നെയുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉതകേണ്ട സർക്കാർ ഫണ്ടുകൾ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ പാർട്ടി വളർത്താൻ CPM ഉപയോഗിച്ചിരുന്നുവെന്ന് തൃക്കരിപ്പൂർ MLA സന്ദീപ് വാര്യർ വെള്ളൂർ പുതിയങ്കാവ് പ്രിയദർശിനി കലാവേദിയുടെ നേതൃത്വത്തിൽ നൽകിയ സ്വീകരണ സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. നമ്മൾ ഒരു തരത്തിലും മൊത്തത്തിൽ വായനശാലകൾക്ക് ഫണ്ട് ചെയ്യാമെന്ന് ഞങ്ങൾ പറഞ്ഞു. കോൺഗ്രസ്സുകാർക്ക് ഓഫീസ് കയറ്റണമെങ്കിൽ സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം പിരിച്ച് കയറ്റാൻ നമുക്കറിയാം. നമുക്കത് മതി എന്നൊരു തീരുമാനം ഞങ്ങളോടെടുത്തു. ഇവിടെ കണ്ടപ്പോൾ ഞങ്ങളുടെ തീരുമാനം ശരിയായിരുന്നു എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. കാരണം നിങ്ങൾ സർക്കാരിന്റെ നയാ പൈസ വാങ്ങാതെ സ്വന്തം അതാണ് മാതൃക.
വലിയ രാവണൻ കോട്ടകളെ പോലെ വലിയ കോട്ടകൾ കെട്ടിയിട്ടുണ്ട് പാർട്ടി ഓഫീസുകൾ എന്ന് പറഞ്ഞ്. അല്ലെങ്കിൽ ഈ പണമൊന്നും അവരുടെ കയ്യിൽ നിന്നുണ്ടല്ല, പിരിച്ചുണ്ടായ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരുടെ വിയർപ്പിന്റെ അധ്വാനത്തിന്റെ ഫലമായിട്ടുള്ള കെട്ടിടങ്ങളല്ല, മറിച്ച് മാഫിയകളുടെയും അതുപോലെ തന്നെ സർക്കാരിന്റെ ആസ്തി, MLA-മാരുടെ ആസ്തി വികസന ഫണ്ട് നോക്കിയെടുത്തുള്ള പണം കൊണ്ടാണ് ഈ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ CPM ഇങ്ങനെ രാവണൻ കോട്ടകൾ കെട്ടിയിട്ടുണ്ടാക്കിയിട്ടുള്ളത്. സർക്കാരിന്റെ പണം നാടിന്റെ നന്മയ്ക്കാണ് വിനിയോഗിക്കേണ്ടതെന്നും ഒരു പാർട്ടി ലേബലുകളുള്ള സ്ഥാപനങ്ങൾക്കും തന്റെ മണ്ഡലത്തിൽ MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1 രൂപ പോലും അനുവദിക്കില്ലെന്നും സന്ദീപ് വാര്യർ MLA പറഞ്ഞു. കലാവേദി പ്രസിഡന്റ് AK ദാമോദരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. AP നാരായണൻ, VC നാരായണൻ, K ജയരാജ്, അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ, EP ശ്യാമള, KT ഹരീഷ്, PV പ്രിയ, KV ഭാസ്കരൻ, KK ഫൽഗുനൻ, KK രഘുനാഥൻ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ പ്രിയദർശിനി കലാവേദിയുടെ പ്രവർത്തകനായിരുന്ന OK കൃഷ്ണൻ നായരുടെ ഫോട്ടോ അനാച്ഛാദനവും വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും സന്ദീപ് വാര്യർ MLA നിർവഹിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കേരളം ഓണാഘോഷത്തിന്റെ നിറപ്പകിട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. സംസ്ഥാനത്തെ പൂവിപണിയും പൂർണ്ണ ആവേശത്തിൽ സജീവമായി കഴിഞ്ഞു. അത്തം മുതൽ തിരുവോണം വരെ ഓരോ ദിവസങ്ങളിലും പൂക്കളത്തിന്റെ വലുപ്പം കൂടി വരണമെന്നാണ് ഓണവുമായി ബന്ധപ്പെട്ട ഒരു വിശ്വാസം. അതുകൊണ്ട് തന്നെ അത്തം പിറന്നത് മുതൽ നഗരത്തിലും നാട്ടിൻപുറങ്ങളിലും പൂവിപണികൾ സ്ഥാനം പിടിക്കും. ഇത്തവണയും അതിന് മാറ്റമൊന്നും ഉണ്ടായില്ല. തിരുവോണം പിറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ പൂവിപണികൾ സജീവമായി കഴിഞ്ഞു. ഇത്തവണ വിലയിൽ അല്പം കുറവുണ്ടെങ്കിലും അത്തം മുതൽ ദിവസം കൂടുന്തോറും വില വർധനയുമുണ്ട്. പൂവിപണികൾ കൂടുമ്പോൾ ഉപഭോക്താക്കളെ ആകർഷിക്കാൻ വില കുറച്ച് വിൽക്കുന്നതും മുൻവർഷങ്ങളിലെ പതിവാണ്. ഉത്രാട ദിനം രാത്രിയിൽ പൂക്കളുടെ സ്റ്റോക്ക് തീർക്കാനും വില കുറച്ച് വിൽക്കുന്ന പതിവുണ്ട്. തിരുവോണത്തിന് വേണ്ട പൂക്കളം തീർക്കാൻ ലാഭവിലയിൽ പൂവാങ്ങാൻ ഏറെ പേർ രാത്രിയിൽ വൈകി നഗരത്തിലെത്തുന്നതും ഒരു പതിവ് തന്നെയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തിരുവോണ നാളുകളെ വരവേൽക്കാൻ പരമ്പരാഗത തനിമയോടെ വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കി കണ്ടോത്തുള്ള ഷാർജ പാലസ്. ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഓഗസ്റ്റ് 24, 25, 26 തീയതികളിലായാണ് റെസ്റ്റോറന്റിൽ പ്രത്യേക ഓണസദ്യ ക്രമീകരിച്ചിരിക്കുന്നത്. തിരുവോണ നാളുകളെ വരവേൽക്കാൻ പരമ്പരാഗത തനിമയോടെ വിഭവസമൃദ്ധമായ ഓണസദ്യയൊരുക്കി കണ്ടോത്തുള്ള ഷാർജ പാലസ്. ഈ വർഷത്തെ ഓണാഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടാൻ ഓഗസ്റ്റ് 24, 25, 26 തീയതികളിലാണ് റെസ്റ്റോറന്റിൽ പ്രത്യേക ഓണസദ്യ ക്രമീകരിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 24, 25 തീയതികളിൽ റെസ്റ്റോറന്റിൽ നേരിട്ടെത്തി സദ്യ കഴിക്കാവുന്നതാണ്. നിരക്ക് 349 രൂപ. ഓഗസ്റ്റ് 25, 26 ദിവസങ്ങളിൽ വീടുകളിലേക്ക് സദ്യ എത്തിച്ചു നൽകുന്ന പാഴ്സൽ സൗകര്യവും ലഭ്യമാണ്. നിരക്ക് 399 രൂപ. പാഴ്സലുകൾ ആവശ്യമുള്ളവർ ഓഗസ്റ്റ് 24-ന് ഉച്ചയ്ക്ക് 3 മണിക്ക് മുൻപായി ഓർഡറുകൾ ബുക്ക് ചെയ്യണമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. വിവാഹം, വിവാഹ നിശ്ചയം, പിറന്നാൾ ആഘോഷം തുടങ്ങിയ വിശേഷാവസരങ്ങൾക്കായി മനോഹരമായ മിനി ഫംഗ്ഷൻ ഹാൾ സൗകര്യവും ഇവിടെ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കും മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനുമായി ഷാർജ പാലസുമായി ബന്ധപ്പെടാവുന്നതാണ്. മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതിനായി 9562303040 എന്ന നമ്പറിലോ 9562303010 എന്ന നമ്പറിലോ അല്ലെങ്കിൽ 9400441408 എന്ന നമ്പറിലോ ബന്ധപ്പെടാവുന്നതാണ്. ഈ വർഷത്തെ ഓണം നമുക്ക് ആഘോഷിക്കാം ഷാർജ പാലസിൻ്റെ കൂടെ. ഈ വരുന്ന 24, 25, 26 വളരെ ഗംഭീരമായി തന്നെ ഞങ്ങൾ പയ്യന്നൂർ തനിമയോടുകൂടിയുള്ള വിഭവങ്ങൾ ഒരുക്കി സദ്യ ഒരുക്കുകയാണ്. ആഘോഷിക്കാൻ ഞങ്ങളോടൊപ്പം വരും ഷാർജ പാലസിലേക്ക്. നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഷാർജ പാലസിലേക്ക്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓണം മനോഹരമാക്കാൻ നാടെങ്ങും ചെണ്ടുമല്ലി കൃഷിയുമായി വിവിധ സംഘടനകൾ. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും കണ്ണിന് വിരുന്നൊരുക്കുകയാണ് പൂപ്പാടങ്ങൾ. നാടൊട്ടുക്കും പൂവിളികൾ ഉണരുന്ന ഓണനാളുകളെ വരവേൽക്കാൻ പൂത്തുലഞ്ഞു നിൽക്കുകയാണ് പൂപ്പാടങ്ങൾ. പൂക്കൃഷിയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ കൃഷി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി വലിയ പൂക്കൃഷി മുന്നേറ്റത്തിനാണ് വഴിയൊരുക്കിയിരിക്കുന്നത്.
കൃഷിവകുപ്പ് മുഖേനയാണ് തൈകൾ വിതരണം ചെയ്തത്. പൂക്കൾ പ്രാദേശിക വിപണികൾക്ക് പുറമെ കുടുംബശ്രീ ഓണം വിപണന മേളകൾ വഴിയും വിറ്റഴിക്കും. മഞ്ഞയും ഓറഞ്ചും നിറങ്ങളിലുള്ള ചെണ്ടുമല്ലി പൂക്കൾക്ക് പുറമെ വെള്ള നിറത്തിലുള്ള പൂക്കളും ഇത്തവണ കൃഷി ചെയ്തിട്ടുണ്ട്. കൂടാതെ വാടാമല്ലി കൃഷി ചെയ്തവരും ഏറെയാണ്. ജൂണിൽ കുറവായിരുന്ന മഴ ജൂലൈയിൽ കനത്തു പെയ്തത് പൂക്കൃഷിയെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. എങ്കിലും ലഭ്യമായ പൂക്കൾ വിപണിയിലെത്തിക്കാനുള്ള തിരക്കിലാണ് പൂക്കൃഷിക്കാർ. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. ലാസ ഐസ്ക്രീമിന്റെ മധുര ലോകത്തേക്ക് പയ്യന്നൂരിന് ഇനി പുതിയ വാതിൽ. ലാസ ഐസ്ക്രീമിന്റെ സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ സ്ഥാപനം പയ്യന്നൂരിൽ ബൈപ്പാസ് റോഡിൽ സൂര്യ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. പയ്യന്നൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം നിർവഹിച്ചു. ലാസ ഐസ്ക്രീമിന്റെ സൂപ്പർ സ്റ്റോക്കിസ്റ്റ് ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ സ്ഥാപനം പയ്യന്നൂരിൽ ബൈപ്പാസ് റോഡിൽ സൂര്യ ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. പയ്യന്നൂർ നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചു. പുതിയ ഐസ്ക്രീം കൗണ്ടറിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് പി സന്തോഷ് നിർവഹിച്ചു. ലാസ ഐസ്ക്രീം ഓപ്പറേഷൻസ് എജിഎം കെ സുരേഷ് ആദ്യ വിൽപ്പനയും പോത്തേര കൃഷ്ണൻ അത് ഏറ്റുവാങ്ങുകയും ചെയ്തു. ഉദ്ഘാടന ചടങ്ങിന് കൂടുതൽ മധുരവും സംഗീത സാന്ദ്രതയും പകരുന്നതായിരുന്നു ഹരിമുരളീരവം എന്ന പുല്ലാങ്കുഴൽ സംഗീത വിരുന്ന്. ഏഷ്യാനെറ്റ്, ഫ്ലവേഴ്സ് ടിവി സംഗീത പരിപാടികളിലൂടെ ശ്രദ്ധേയനായ ഹരി ശ്രീധർ ഒരുക്കിയ സംഗീത വിരുന്ന് സദസ്സിന് വേറിട്ടൊരു അനുഭവമായി മാറി. രുചിയുടെയും വ്യാപാരത്തിന്റെയും പുതിയൊരു അധ്യായത്തിന് തുടക്കം കുറിച്ച ചടങ്ങിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖരായ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ പി ശ്യാമള, കെ യു വിജയകുമാർ, ശിവപ്രസാദ് എസ് ഷേണായി, കെ ജയരാജ്, പനക്കിൽ ബാലകൃഷ്ണൻ, വി ബാലൻ, വി പി സുമിത്രൻ, ടി രാമകൃഷ്ണൻ, ടി വിശ്വനാഥൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. ഓണക്കാലത്തിന്റെ നിറസമൃദ്ധിയിൽ പൂക്കളങ്ങൾക്ക് മാറ്റുകൂട്ടുന്ന പ്രധാനിയാണ് വാടാർമല്ലി. കടും പിങ്ക്, പർപ്പിൾ നിറങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന ഈ പൂവ് പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ദിവസങ്ങളോളം വാടാതെയും നിറം മങ്ങാതെയും ഇരിക്കുന്നു എന്ന പ്രത്യേകതയുള്ളതാണ്. ഓണനാളുകളിൽ മാവേലി തമ്പുരാനെ വരവേൽക്കാൻ വീട്ടുമുറ്റത്തൊരുക്കുന്ന പൂക്കളങ്ങളിൽ വാടാത്ത സ്നേഹത്തിന്റെ നിറച്ചാർത്തായി ശോഭിക്കുന്ന പുഷ്പമാണ് വാടാർമല്ലി. പൂത്തുലഞ്ഞു കഴിഞ്ഞാലും ആഴ്ചകളോളം ഇതിന്റെ ദലങ്ങൾ കൊഴിഞ്ഞു പോവുകയോ വാടുകയോ ഇല്ല. അതിനാൽ തന്നെ ചിങ്ങമാസത്തിലെ പൂക്കളങ്ങളെ ദീർഘനേരം പുതുമയോടെ നിലനിർത്താൻ ഇവ സഹായിക്കുന്നു. കാക്കപ്പൂവും തുമ്പപ്പൂവുമെല്ലാം ചേരുന്ന പൂക്കളത്തിന് വേറിട്ടൊരു കടുംനിറം നൽകുന്നത് വാടാർമല്ലിയാണ്. പൂക്കളത്തിന് വശ്യമായ ഒരു അതിര് നൽകാൻ ഈ പൂവ് ധാരാളമായി ഉപയോഗിക്കാറുണ്ട്. ഏത് കാലാവസ്ഥയിലും വീട്ടുമുറ്റത്ത് എളുപ്പത്തിൽ വെച്ചുപിടിപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് വാടാർമല്ലി. അധികം പരിചരണം ആവശ്യമില്ലാതെ തന്നെ ഇവ സമൃദ്ധമായി പൂവിടും. വിപണിയിൽ തമിഴ്നാട്ടിൽ നിന്നും മറ്റും എത്തുന്ന പൂക്കൾക്കിടയിലും മലയാളികളുടെ ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മകളിൽ വാടാർമല്ലിക്ക് പ്രത്യേക സ്ഥാനമുണ്ട്. വാടാത്ത സ്നേഹത്തിൻ്റെയും സമൃദ്ധിയുടെയും പ്രതീകമായി ഈ കുഞ്ഞുപൂവിനെ കാണാം. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കോൽ സർവീസ് സഹകരണ ബാങ്ക് ഫാമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. മാത്തിൽ വൈപ്പിരിയത്ത് നടന്ന വിളവെടുപ്പ് ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോയ് നിർവഹിച്ചു. കാങ്കോൽ സർവീസ് സഹകരണ ബാങ്ക് ഫാർമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് നടന്നു. മാത്തിൽ വൈപ്പിരിയത്ത് നടന്ന വിളവെടുപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജോയ് ഓണം വന്നു. ഓണത്തിന് പൂവുമായി നല്ല ബന്ധമുണ്ട്. നല്ല പാട്ട്, പൂവേ പൊരി പൂവേ എന്നുള്ള അത് ഓണത്തിൻ്റെ പാട്ടാണ്. പൂവിളി പൊന്നോണമായി, നീ വരൂ പൊന്നോണത്തുമ്പി എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഏറ്റവും മനോഹരമായ നിലയിൽ നല്ലൊരോണം ഇത്തരത്തിലുള്ള ചെണ്ടുമല്ലിയുടെ വിളവെടുപ്പും ഇതിന് തൊട്ടപ്പുറം 5 മിനിറ്റ് മുമ്പ് ഒരു കർഷക ചന്ത ഉദ്ഘാടനം ചെയ്തു. ഏതാണ്ട് ഒരു 10 വർഷമായി നമ്മുടെ കേരളത്തിൽ കാർഷിക മേഖലയിൽ നല്ല മുന്നേറ്റം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുക. നമുക്കറിയാം, കുറച്ചു കാലം മുമ്പ് 40 സെന്റ് സ്ഥലത്താണ് ചെണ്ടുമല്ലി കൃഷി ചെയ്തിരിക്കുന്നത്. ചടങ്ങിൽ കെ എം മുരളീധരൻ അധ്യക്ഷനായി. വാർഡ് മെമ്പർമാരായ മിനി കെ, പി ശ്രീലത, ബാങ്ക് സെക്രട്ടറി പി വി പ്രഭാകരൻ, കെ ഭാസ്കരൻ, കെ പി രതി, എം വി കരുണാകരൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കരിവെള്ളൂർ AVSGHSS 1983 SSLC ബാച്ച്
കുടുംബസംഗമവും ഓണാഘോഷവും സംഘടിപ്പിച്ചു. മാന്യഗിരി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഡോക്ടർ എം ബാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കരിവള്ളൂർ AV സ്മാരക ഹയർ സെക്കൻഡറി സ്കൂൾ 1983 SSLC ബാച്ച് ഓട്ടോഗ്രാഫ് കുടുംബസംഗമവും ഓണാഘോഷവും നടത്തി. മാന്യഗുരു AUP സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി റിട്ടയർഡ് ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ എം ബാലൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. ഞാൻ എൻ്റെ മകളെ സ്നേഹിക്കുന്നത്, അവളെ വളർത്തുന്നത്, പ്രായമാകുമ്പോൾ അവൾ എനിക്ക് കൈത്താങ്ങാകും എന്നുള്ള ഉപാധിയോടുകൂടിയാണ്. അവൾ എന്നെ സ്നേഹിക്കുന്നത് എൻ്റെ പ്രയാസങ്ങളിൽ അച്ഛൻ എൻ്റെ കരുത്തായി നിൽക്കും എന്നുള്ളത് കൊണ്ടാണ്. എൻ്റെ പഠനത്തെ അച്ഛൻ പ്രോത്സാഹിപ്പിക്കും, വേണ്ട സഹായങ്ങൾ ചെയ്യും എന്നുള്ളത് കൊണ്ടാണ്. സഹോദരങ്ങളെ നമ്മൾ സ്നേഹിക്കുന്നതിന് ഉപാധികളുണ്ട്. ഭാര്യയെ ഭർത്താവ് സ്നേഹിക്കുന്നതിനും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നതിനും ഉപാധിയില്ല. മുരളി ഗിരീഷിനെ സ്നേഹിക്കുന്നതിന് യാതൊരു ഉപാധിയില്ല. എന്താ ഉപാധി? ആലോചിച്ചു. സതീർത്ഥ സ്നേഹത്തിൻ്റെ ഏറ്റവും ആഴവും പരപ്പുമുള്ള ഒരു വലിയ എന്താ പറയുന്നത് മഹത്വം എന്ന് പറയുന്നത് അത് ഉപാധികളില്ലാത്ത സ്നേഹമാണ് എന്നുള്ളതാണ്. ഓട്ടോഗ്രാഫ് പ്രസിഡന്റ് AV ഗിരീശൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷനായി. കരിവള്ളൂർ പെരളം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VV പ്രദീപൻ, സ്കൗട്ട് ആൻഡ് ഗൈഡ് ബുൾബുൾ സ്റ്റേറ്റ് കമ്മീഷണർ GK ഗിരിജ, കാലിഗ്രാഫി കലാകാരൻ തങ്കരാജ് കുഴമൽ, കയ്യൂർ ചീമേനി പഞ്ചായത്തിലെ മികച്ച കർഷക പ്രീതാകുമാരി എന്നീ സഹപാഠികളെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു. ലോകകപ്പ് പ്രവചന മത്സര വിജയികൾക്ക് സമ്മാനവും നൽകി. KP മുരളി, K അനിൽകുമാർ, KV അശോകൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തങ്കരാജ് കുഴമലിന്റെ കാലിഗ്രാഫി ചിത്ര പ്രദർശനവും അരങ്ങേറി. സഹപാഠി ജയപ്രകാശ് ഈയക്കാടിന്റെ മ്യൂസിക് ഷോ, കുടുംബാംഗങ്ങളുടെ കലാപരിപാടികൾ, ഓണസദ്യ എന്നിവയും ഉണ്ടായിരുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ BRCയുടെ നേതൃത്വത്തിൽ സ്പെഷ്യൽ സ്കൂൾ കുട്ടികൾക്കായി ഓണാഘോഷം സംഘടിപ്പിച്ചു. BMLP സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നതായി. ഓട്ടിസം സെന്റർ, സ്പെഷ്യൽ കെയർ സെന്റർ, ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം എന്നിവ നടത്തുന്ന കുട്ടികൾക്കായി പയ്യന്നൂർ BRC നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പയ്യന്നൂർ BMLP സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നതായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു തരത്തിലുള്ള മനസ്സിൽ ഒരു തെറ്റായ കാര്യം വെക്കാതെ തുറന്ന് പ്രവർത്തിക്കുന്ന ഏറ്റവും നന്മയുള്ള ആളുകളാണ് ഭിന്നശേഷി വിവിധങ്ങളായ ശേഷിയുള്ള നിങ്ങൾ എന്നത് അഭിമാനത്തോടെ നാം കാണുകയാണ്. ആ ഓണം മാവേലി തമ്പുരാൻ തിരുവോണ നാളിൽ നമ്മളെ കാണാൻ വരുമ്പം ആ മാവേലി തമ്പുരാനെ അത്യാഹ്ലാദത്തോടെ എതിരേൽക്കാനും ഇവിടെയെല്ലാം നല്ല നിലയ്ക്ക് അദ്ദേഹത്തെ പണ്ട് ചവിട്ടിത്താഴ്ത്തിയ സമയത്ത് തന്റെ പ്രജകൾ അന്ന് എത്ര സന്തോഷവാനായിരുന്നോ. പയ്യന്നൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ N പ്രദീപൻ അധ്യക്ഷത വഹിച്ചു. SSK ജില്ലാ പ്രോഗ്രാം ഓഫീസർ ബഷീർ പാറോൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ വിനോദ് കുമാർ MV സ്വാഗതവും രമേശൻ പേരൂൽ നന്ദിയും പറഞ്ഞു. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീബ TV, VHSC മേഖലാ ഡയറക്ടർ ഉദയകുമാരി ടീച്ചർ, സ്കൂൾ പ്രിൻസിപ്പൽ ഫോറം കൺവീനർ EC വിനോദ്, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അബ്ദുൾ ബഷീർ MA, മുൻ ജില്ലാ പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ രാജേഷ് കടന്നപ്പള്ളി, ഡോക്ടർ സബിത് PK, HM ശ്രീലത ടീച്ചർ, VHSC പ്രിൻസിപ്പൽ ബിന്ദു K തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. തുടർന്ന് നടന്ന കുട്ടികളുടെ കലാപരിപാടികൾ ഓണാഘോഷത്തിന് മാറ്റുകൂട്ടി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ അൽ മുജമ്മിൽ ഇസ്ലാമിയും കേരള മുസ്ലിം ജമാഅത്തും സംയുക്തമായി തൃക്കരിപ്പൂരിൽ നബിദിന സന്ദേശ റാലി നടത്തി. ബീരിച്ചേരി മക്കാം സിയാറത്തോടെയാണ് തൃക്കരിപ്പൂരിൽ നടന്ന നബിദിന റാലി ആരംഭിച്ചത്. തൃക്കരിപ്പൂർ ടൗൺ ചുറ്റി തങ്കയമുക്കിൽ അവസാനിച്ചു. ദഫ്, സ്കൗട്ട്, ഫ്ലവർ ഷോ എന്നിവ റാലിയെ വർണ്ണാഭമാക്കി. പ്രവാചക പ്രകീർത്തനങ്ങൾ മാത്രം പാടിയാണ് റാലി കടന്നുപോയത്. സയ്യിദ് ത്വയ്ബുൽ ബുഖാരി തങ്ങൾ റാലിക്ക് നേതൃത്വം നൽകി.
തങ്കയമുക്കിൽ റാലിക്ക് സമാപനം കുറിച്ച് KP സ്വാദിഖ് അഹ്സനി നബിദിന സന്ദേശ പ്രഭാഷണം നടത്തി. സയ്യിദ് സൈഫുള്ള തങ്ങൾ, സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ, AB അബ്ദുള്ള മാസ്റ്റർ, MT അബ്ദുൽ ജലീൽ സഖാഫി, ഡോക്ടർ TP ഹാരിസ് ഹാജി, ബഷീർ മിസ്ബാഹി ഓമച്ചപ്പുഴ, MTP അബ്ദുറഹ്മാൻ ഹാജി, PA സലാം ഹാജി കാരോളം, TP നൌഷാദ് മാസ്റ്റർ, ഹിളർ അഹമ്മദ് തുടങ്ങി നിരവധി പേർ സംബന്ധിച്ചു. പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനത്തിന്റെ ഭാഗമായി വിശ്വാസികൾ ലോകമൊട്ടുക്കും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു വരികയാണ്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. NREG വർക്കേഴ്സ് യൂണിയൻ കരിവള്ളൂർ പെരളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ MP ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. NREG വർക്കേഴ്സ് യൂണിയൻ കരിവള്ളൂർ പെരളം പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു. ധർണ MP ദാമോദരൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ PM ഗോവിന്ദൻ അധ്യക്ഷനായി. അപ്യാൽ രാഘവൻ, പ്രസന്നയെ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പെരളം ദേശീയ കലാസമിതിയുടെ നേതൃത്വത്തിൽ ക്രോസ് കൺട്രി മത്സരം സംഘടിപ്പിച്ചു. ജനകീയ കായികാധ്യാപകൻ A കരുണാകരൻ മാസ്റ്റർ മത്സരം ഫ്ളാഗ് ഓഫ് ചെയ്തു. പെരളം ദേശീയ കലാസമിതിയുടെ ഓണാഘോഷത്തോടനുബന്ധിച്ച് ക്രോസ് കൺട്രി മത്സരം സംഘടിപ്പിച്ചു. പ്രശസ്ത കായിക പരിശീലകനും റിട്ടയർഡ് കായിക അധ്യാപകനുമായ A കരുണാകരൻ മാസ്റ്റർ മത്സരം ഫ്ളാഗ് ഓഫ് ചെയ്തു. ജോമോൻ തോമസ്, സുധീഷ് KV, അഭിഷേക് ബാബു എന്നിവർ 1, 2, 3 സ്ഥാനങ്ങൾ നേടി. വിജയികൾക്ക് വാർഡ് മെമ്പർ ഷീന ഹേമരാജ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. A കരുണാകരൻ മാസ്റ്റർ, C ഹേമരാജ്, KV മോഹനൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. പത്രദൃശ്യ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയായ തൃക്കരിപ്പൂർ പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഓണാഘോഷവും കുടുംബസംഗമവും നടത്തി. ഒരു പകൽ നീണ്ട ഓണാഘോഷം സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. പ്രസ് ഫോറം അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും വിവിധ കലാകായിക മത്സരങ്ങളും ഓണക്കോടി, ഓണക്കിറ്റ് വിതരണവും നടന്നു. ഓണാഘോഷവും കുടുംബസംഗമവും സന്ദീപ് വാര്യർ MLA ഉദ്ഘാടനം ചെയ്തു. ഉണ്ടാകണം എന്നുള്ള ആഗ്രഹം കൊണ്ടാണ്. പക്ഷേ അതിനു മുമ്പ് ഈ പ്രസ് ഫോറത്തിൻ്റെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്തു പോകാമെന്ന് കരുതി. നമുക്ക് എല്ലാവർക്കും നാടിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ പ്രാദേശിക മാധ്യമ പ്രവർത്തകരാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഈ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ, പ്രത്യേകിച്ച് പല കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്ന റിപ്പോർട്ടാണ്, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മുടെ മുൻപിൽ ജനങ്ങളുടെ വിഷയങ്ങളായിട്ട് വരുന്നത്. ഒരു സ്ഥലത്ത് വെള്ളത്തിൻ്റെ പ്രശ്നമുണ്ട്, അതല്ലെങ്കിൽ ഒരു പ്രകൃതിക്ഷോഭത്തിന് സാധ്യതയുണ്ട്, അതല്ലെങ്കിൽ റോഡിൻ്റെ പ്രശ്നമുണ്ട്. ഇതൊക്കെ ജനപ്രതിനിധികളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്കാണ്. പ്രസ് ഫോറം പ്രസിഡന്റ് P മഷൂദ് അധ്യക്ഷത വഹിച്ചു. കാഞ്ഞങ്ങാട് പ്രസ് ഫോറത്തിന്റെ പ്രാദേശിക പത്രപ്രവർത്തക പുരസ്കാര ജേതാവ് P ശില്പ, LSS സ്കോളർഷിപ്പ് നേടിയ കൃഷ്ണപ്രസാദ് എന്നിവരെ MLA അനുമോദിച്ചു. പടന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC സുബൈദ, തൃക്കരിപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള, മുസ്താഖ് മാലിദ്വീപ് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. പ്രസ് ഫോറം സെക്രട്ടറി KV സുധാകരൻ, ട്രഷറർ രാഘവൻ മാണിയാട്ട്, TV ചന്ദ്രദാസ്, A മുകുന്ദൻ എന്നിവർ പ്രസംഗിച്ചു. പ്രസ് ഫോറം അംഗങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും വിവിധ ഓണക്കളികൾ സംഘടിപ്പിച്ചു. ഉർമീസ് തൃക്കരിപ്പൂർ, P പ്രസാദ്, TMC ഇബ്രാഹിം, AG ഷാക്കിർ, MP ബിജീഷ്, TMC മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ, EP വത്സരാജ് എന്നിവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. സൗജന്യ ശാസ്ത്രീയ നീന്തൽ കോച്ചിങ്ങിന്റെ ഭാഗമായുള്ള 8ാമത് ബേസിക് സ്വിമ്മിംഗ് ട്രെയിനേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് പുരോഗമിക്കുന്നു. നീന്തൽ രംഗത്ത് ധാരാളം പരിശീലകരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കോഴ്സ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് 47ാമത് പയ്യന്നൂർ റോവർ ക്ലൂബിന് വേണ്ടി ജില്ലാ റോവർ കമ്മീഷണർ KV ജയറാം നടത്തുന്ന 44ാമത് സൗജന്യ ശാസ്ത്രീയ നീന്തൽ കോച്ചിങ്ങിന്റെ ഭാഗമായുള്ള 8ാമത് ബേസിക് സ്വിമ്മിംഗ് ട്രെയിനേഴ്സ് ട്രെയിനിംഗ് കോഴ്സ് പുരോഗമിക്കുന്നു. നീന്തൽ രംഗത്ത് ധാരാളം പരിശീലകരെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കോഴ്സ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹെഡ് ആപ്പ് സ്ട്രോക്ക്, സൈഡ് സ്ട്രോക്ക് എന്നിവയ്ക്കൊപ്പം ക്ഷീണം തോന്നുമ്പോൾ വെള്ളത്തിൽ സുരക്ഷിതമായി കിടക്കുന്ന സർവൈവൽ ഫ്ലോട്ടിംഗ് രീതിയും, ആംകരി മെത്തേഡ്, ചിൻകരി മെത്തേഡ്, ക്രോസ് ചെസ്റ്റ് കരി മെത്തേഡ്, ഹെയർ ടോ തുടങ്ങിയ വിവിധ മാർഗങ്ങളിലൂടെ അപകടത്തിൽപ്പെട്ടവരെ കരക്കെത്തിക്കുന്ന രീതികൾ, പുഷിംഗ് റെസ്ക്യൂ സ്ട്രോക്ക്, പുള്ളിംഗ് റെസ്ക്യൂ സ്ട്രോക്ക് എന്നിവയും പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചാക്ക് കൊണ്ട് വസ്ത്രം ധരിച്ച് നടത്തുന്ന സാക്ക് സ്വിമ്മിംഗ് പരിശീലനവും നൽകുന്നുണ്ട്. ശ്വാസതടസ്സമുണ്ടായാൽ നൽകേണ്ട CPR പരിശീലനവും നൽകുന്നു. KLKR, ഫിന തുടങ്ങിയ അന്താരാഷ്ട്ര സംഘടനകളെക്കുറിച്ചുള്ള അറിവുകളും പരിശീലകർക്ക് പകർന്നു നൽകുന്നുണ്ട്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂർ BMLP സ്കൂളിൽ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അബ്ദുൾ ബഷീർ MA ഉദ്ഘാടനം നിർവഹിച്ചു.
പയ്യന്നൂർ BMLP സ്കൂളിൽ ഓണാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. ഒന്നിച്ചോണം 2026 എന്ന പേരിൽ നടന്ന ആഘോഷ പരിപാടി പയ്യന്നൂർ ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ അബ്ദുൾ ബഷീർ MA ഉദ്ഘാടനം ചെയ്തു. ഈ ഇത്രയും കുട്ടികൾ ഒരുമിച്ച് ഈ റൂമിനകത്തേക്ക് അടച്ചിടപ്പെട്ടപ്പോഴുള്ള പ്രയാസം അതെല്ലാവർക്കും മനസ്സിലാവുന്നതാണ് അല്ലേ? നമ്മളൊക്കെ ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഓണം ആഘോഷിക്കുന്നതിന് വേണ്ടിയാണല്ലേ? എന്തിനാണ്? TK നാരായണൻ മാസ്റ്റർ ഓണ സന്ദേശം നൽകി. ചടങ്ങിൽ PTA പ്രസിഡന്റ് രഘു KV അധ്യക്ഷത വഹിച്ചു. മേഴ്സി VK, ജാക്കുലിൻ ബിന സ്റ്റാൻലി, ശില്പ K, U രതീഷ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് മെഗാ തിരുവാതിര, ഓണപ്പാട്ട്, ഓണക്കളി എന്നിവ നടന്നു. വിഭവസമൃദ്ധമായ ഓണസദ്യയും നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. നെറ്റ്വർക്ക് ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.